യേശുവിന്റെ നാമത്തിൽ യേശുവിനെ ദൈവ കർത്താവിന്റെ ശബ്ദത്തോട് ആരെല്ലാം പ്രതികരിച്ചിട്ടുണ്ട് നമുക്കറിയാം. നമ്മളോടുള്ള ദൈവശബ്ദം നമ്മുടെ കാതുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് ഒരു ചലനം ഉണ്ടാകും. ആമേൻ സ്തോത്രം ചെയ്യും. നമ്മുടെ ശരീരത്തിൽ ആ ദൈവ സാന്നിധ്യം ഹല്ലേലൂയ ആമേൻ ആമേൻ ഇറങ്ങി വരുന്ന നമുക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെ നാം വിശ്വാസത്തോടെ പ്രതികരിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അവിടെ നമ്മുടെ രട്ടഴിഞ്ഞു മാറും. നമ്മുടെ സന്തോഷം വർദ്ധിക്കും. ഹല്ലേലൂയ ആമേൻ 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 ആമേൻ. നമ്മുടെ ദുഃഖം ഹല്ലേലൂയ സന്തോഷമായി മാറുവാനിടയായിട്ട് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരിടവും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ദൈവമാണ് പ്രവർത്തിക്കേണ്ടത്. ദൈവത്തിന്റെ കരമാണ് ഇറങ്ങി വരേണ്ടത്. ആമേൻ 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 ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ദൈവപ്രസാദം നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുമ്പോൾ ഹല്ലേലൂയ വചനം പറയുന്ന ദൈവം പ്രസാദിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് ദൈവിക സമാധാനം എന്ന് പറയുന്നത്. യേശുവിന്റെ ജനനത്തെങ്കിൽ ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. നമ്മൾ എത്ര പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കും. നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുമ്പോൾ നമുക്ക് ആദ്യം ആമേൻ സ്തോത്രം നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദൈവ പ്രവൃത്തിയാണ്. തീയിലാണ് നിൽക്കുന്നതെങ്കിലും സമാധാനത്തോടെയാണ് നിൽക്കുന്നത്. വലിയ പ്രതിസന്ധിയുടെ മുമ്പിലാണ് നിൽക്കുന്നതെങ്കിലും സമാധാനത്തോടെ നിൽക്കുന്നത്. കാരണം എന്താ? ആമേൻ സ്തോത്രം ദൈവം കൂടെയുണ്ട്. അവൻ ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. നാം ദൈവത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നമ്മുടെ പ്രാർത്ഥന കേട്ടെന്ന് തെളിവ് വചനം പറയും. സകല ബുദ്ധിയിൽ കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആമേ വെളിപ്പെടുവാനിടയായിരുന്നു. നിങ്ങളുടെ നിലവുകളിൽ വെളിപ്പെടുവാനിടയായിരുന്നു. ഇതുപോലെ ഈ ആരാധനത്തിലേക്ക് പറയാൻ കഴിയും, കർത്താവേ ഞാൻ അനുഭവിക്കുന്ന ഒരു സമാധാനം ഹല്ലേലൂയ, ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഹല്ലേലൂയ. ആമേൻ. കർത്താവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അത് സന്തോഷം തന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ദാവീദ് പറഞ്ഞു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഹല്ലേലൂയ അവർക്കുണ്ടായിരുന്നു അധികം സന്തോഷം, അധികം സന്തോഷം, അധികം സന്തോഷം. ഹല്ലേലൂയ. ധാന്യമില്ലെങ്കിലും വീഞ്ഞില്ലെങ്കിലും അവൻ കലത്തിൽ മാവ് കുറവാണെങ്കിലും അവൻ എണ്ണ കുറവാണെങ്കിലും ഹല്ലേലൂയ ആമേൻ സന്തോഷത്തിന് യാതൊരു കുറവുമില്ല. കാരണം നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും എല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു നന്മയുടെ അകത്തിൽ നിന്ന് വരുന്നതല്ല, ദൈവത്തിൽ നിന്ന് വരുന്നത്. ഹല്ലേലൂയ സ്വന്തം ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ ദൈവിക നാം അനുഭവിക്കുന്നവരാണ് ഞാൻ ഇതുപോലെ കാലം സ്വന്തം ചെയ്യുന്നു. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം നാം കർത്താവിനെ പോലെ ആയിത്തീരുക എന്നുള്ളത്, അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക ദൈവം നമ്മളെ നിയമിച്ചിരിക്കുക. ഹല്ലേലൂയ ആമേൻ ആമേൻ. ദൈവിക സ്വഭാവത്തിൽ നിന്നെല്ലാം നമ്മൾ വെളിയിൽ പോകുമ്പോഴാണ് ആ ദൈവ സ്വഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ ചില പ്രതിസന്ധികളൊക്കെ നമുക്കെതിരെ അവയെ കടന്നു വരുവാൻ. അതിനുവേണ്ടിയാണ് നാം ദൈവ സ്വഭാവത്തോട് അനുരൂപരായി തീരണം. എന്നാലേ നമുക്ക് നിത്യതയിൽ കർത്താവിനോടൊപ്പമായിരിക്കാൻ കഴിയുള്ളൂ. ആമേൻ 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 ആമേൻ. ഇതുപോലെ കാലം നമ്മുടെ സ്വഭാവം ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരായി മാറുവാനിടയായി തീരണം. ആമേൻ. അതിനുവേണ്ടി ദൈവം നമ്മളെ മുൻനിയമിക്കുവാനിടയായിരുന്നു. അതിനുവേണ്ടി ദൈവം നമ്മളെ വിളിക്കുവാനിടയായിരുന്നു. അതിനുവേണ്ടി ദൈവം നമ്മളെ നീതീകരിക്കുവാനിടയായിരുന്നു. കർത്താവ് നമുക്ക് ചെയ്തിരിക്കുന്ന എല്ലാ നന്മകളും നമുക്കുണ്ട്. അതുപോലെ കാലം കർത്താവിന്റെ സന്നിധി ഹല്ലേലൂയ ആരാധനയിൽ നമ്മൾ വേറെ ഒന്നുമല്ല കാണേണ്ടത്, നമ്മുടെ കർത്താവിനെ നമ്മൾ കാണുവാനിടയായിരുന്നു. മഹത്വത്തോടെ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്നത്, തേജസ്സോടെ ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ കർത്താവിനെ കാണുമ്പോൾ നമ്മുടെ എല്ലാ ഭാരങ്ങളും മാറിപ്പോകും. ആമേൻ. നമ്മൾ പാടി, ഈ കർത്താവിനെ പോലെ ഉന്നതൻ ആരുമില്ല. നമ്മുടെ ദൈവത്തിന്റെ ഉന്നത എന്താ? അവൻ സമാധാനം പ്രഭുവാ. ഹല്ലേലൂയ അവൻ അത്ഭുത മന്ത്രിയാ. ഹല്ലേലൂയ അവൻ വീരനാം ദൈവമാ. ഹല്ലേലൂയ അവൻ നിത്യപിതാവാണ്. ഹല്ലേലൂയ ആമേൻ ആമേൻ. അവൻ സൗഖ്യം തരുന്ന ദൈവമാ. ഹല്ലേലൂയ ആമേൻ ആമേൻ. അവൻ നമ്മുടെ സകല വിഷയത്തിന്റെ പേരിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള കർത്താവാണ്. ഹല്ലേലൂയ ഇതുപോലെ കാലം ഹല്ലേലൂയ നമുക്ക് ദൈവസഭയിൽ പറയാം, നമ്മളുടെ ജീവിതത്തിൽ എല്ലാവരുടെ സ്വഭാവത്തിൽ എല്ലാവർക്കും മാറ്റം വരണം. ക്രിസ്തുവായിട്ടുള്ളതായിരിക്കുന്ന ബന്ധത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ദൈവസഭയിൽ പറയാം, കർത്താവേ എന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരണം. ആമേൻ സ്തോത്രം. എന്റെ ചിന്തകൾക്ക് ഒരു മാറ്റം വരണം, എന്റെ നോട്ടത്തിന് ഒരു മാറ്റം വരണം, എന്റെ കേൾവിക്ക് ഒരു മാറ്റം വരണം. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ. കാരണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിന്റെ സ്വഭാവത്തോട് നാം അനുരൂപരായി തീരുക എന്നുള്ളത്. യേശുവിന്റെ നാമത്തിൽ. ആമേൻ 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 ആമേൻ. ഇതുപോലെ നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാം. അവരുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചു പോകാം. പാടുന്ന പാട്ട് നമുക്ക് ധ്യാനിച്ചു പാടി ദൈവസന്നിധി നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവ് നമുക്ക് നന്ദിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ.